ഞാനൊരു വാക്യം പറയാം, അത് വായിക്കാം, ആർക്ക് വേണേലും വായിക്കാം. പക്ഷെ ഈ വായിക്കുന്ന വാക്യത്തില് ഒരു സംഭവം ഉണ്ടാവും, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, അതെനിക്ക് കൊണ്ടുതരണം. വായിച്ചാൽ പോരാ, ആ സാധനം എനിക്ക് കൊണ്ടുതരണം, അവരാണ് ജയിക്കുക. ആ സാധനം ഇവിടെ ഉണ്ടാവും, നിങ്ങളിലോ നിങ്ങളുടെ ചുറ്റിലോ ഈ പള്ളിയിലോ ഉണ്ടാവും. ഇതിന് പുറത്തുള്ള ഒരു സാധനവും ഇല്ല. അതാണ് കളി. ആ സാധനം കറക്റ്റ് എനിക്ക് കൊണ്ടുതരുന്നവർക്ക് സമ്മാനമുണ്ട്. ഞാനൊരു ട്രയൽ പറഞ്ഞുതരാം. ട്രയലാണേ ഇത് പോയിന്റ് അല്ല, ട്രയലാണേ. യോഹന്നാൻ 4:16 ബുദ്ധിയോടെ വായിക്കുക, കാര്യം ഗ്രഹിച്ചിട്ട് എനിക്ക് കൊണ്ടുതരണം ആ സംഭവം. ഇത് ട്രയലാണ് കേട്ടോ, ട്രയല്. ഇത് സ്ത്രീകൾക്ക് ഉപകാരപ്പെടും തൽക്കാലം, ഈ ഒരു ട്രയല് മാത്രം. വാ കൊണ്ടുവാ, ബാക്കി എന്നിട്ട് ഇവിടുന്ന് വായിക്കണം. ഇതാണ് സംഭവം, കണ്ടോ? ആ വാക്യം എന്താ അറിയോ? യേശു അവളോട് പോയി ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ, മനുഷ്യരെ മാത്രം ഉദ്ദേശിച്ചത്. ഞാൻ ട്രയൽ കാണിച്ചതാണ്. ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ. ഇനിയുള്ള ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെയല്ല. നിങ്ങളിലോ നിങ്ങളുടെ ചുറ്റിലോ ഈ പള്ളിയിലോ ഉണ്ടാവും, അല്ലാത്ത ഒരു സംഭവം ഇല്ല. തുടങ്ങുകയാണേ. മത്തായി 5:40. എനിക്ക് സാധനം കിട്ടണം, വായിക്കണം. പുതപ്പെന്ന് പറഞ്ഞാൽ അതെന്താന്ന് നോക്കി. പുതപ്പെന്ന് പറഞ്ഞാൽ നോക്കി. ഇട്ട വസ്ത്രം നിങ്ങളുടെ തലയിലെ സ്കാഫ് ഊരിക്കൊണ്ടുവരായിരുന്നു, ഇല്ലെങ്കിൽ ടവൽ എടുത്തോണ്ട് സമ്മാനം എനിക്ക് തന്ന പുതപ്പും കൊണ്ടുപോവാ. താങ്ക് യു. വീട്ടിലേക്ക് നല്ല കമ്പനി അന്നേരം തന്നെ. അടുത്തത് വായിക്കാണേ. വെളിപ്പാട് 1:3 വായിക്കണം. എന്റെ അടുത്ത് വായിക്കണം. സമയമില്ല, ഞാൻ വായിച്ച വാക്യത്തിലല്ലേ നീ അതിലെ പ്രവചനാണ്. വാക്യത്തിലെ നിങ്ങൾ വാക്യം വായിക്കണം. ഇതിന്റെ വാക്യം എന്താ അറിയോ? വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും. പ്രവചനം എന്ന് പറഞ്ഞാൽ വചനമാണ്, അതാണ് ഉദ്ദേശിച്ചത്. അമ്മയ്ക്ക് സമ്മാനം കൊടുക്കാണ്. ലൂക്കോസ് 12:7. ലൂക്കോസ് 10:4. ചെരുപ്പും എടുക്കരുത്. ദയവേദിന്റെ അക്രമം കാണിക്കരുത്. മറ്റൊരാളത് പിടിച്ചോണ്ടിരിക്കുന്നു. പുറപ്പാട് 14:16. പുറപ്പാട് 14:16. അടി ഉണ്ടാക്കാൻ പോയി.
ഞാൻ പറഞ്ഞില്ല അവിടെ വെച്ചായിരുന്നു.